ഗായ്സ് അപ്പൊ വീണ്ടും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയായിരുന്നു. നമ്മുടെ ഹിമാലയ എടുത്തിട്ടുണ്ട്. അപ്പൊ നേര് പോയത് നമ്മുടെ വൈഷ്ണുവിന്റെ അടിക്കാണ്. വൈഷ്ണു ഞാനും കൂടി ഇവിടെ നിന്ന് എടുത്ത് നേര് പമ്പിൽ പോയി എണ്ണ അടിച്ചിട്ടും കാര്യമൊന്നുമില്ല ഗായ്സ്. മറ്റേ മുള്ളു പൊങ്ങില്ല, അത്രയേ ഉള്ളൂ. അത്ര അടിച്ചാലും കാണില്ല. പിന്നെ നേര് നമ്മൾ ആലത്തൂർ പോയപ്പോൾ അൻവറും മകേഷും അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 4 ആളും കൂടിയാണ് പോണത്. 3 സ്പ്ലെൻഡറും ഹിമാലയം കൊണ്ടാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത് ചോദിച്ചാൽ നേര് നമ്മൾ തോലന്നൂരാണ് ഗായ്സ്. തോലന്റെ കട്ടിൽ എന്ന് പറഞ്ഞ സ്പോട്ടിൽ കണ്ടാ. ഇപ്പൊ വണ്ടിന്റെ കണ്ടീഷനൊക്കെ നോക്കും, നല്ല വൃത്തിയില്ലേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാട്ടാ. പിന്നെ ഓഫ് റോഡ് ഒരു 1.5 ഓഫ് റോഡാണ് കേട്ടാ. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അവിടെ പോയി വിശാലമായ ഒരു പറമ്പ് മരയാണ് ഗൈസ്. അതും കല്ല് പറഞ്ഞ 1.5 കല്ല്. പിന്നെ ഒരു ആവശ്യമില്ലാണ്ട് ഒരു മലയിൽ കയറിപ്പോയി ഗൈസ്. ഞാൻ ഇത്തിരി മണ്ടത്തരം കാട്ടി, പക്ഷെ പണി കിട്ടി ഗൈസ്. അവിടെ എത്തി വണ്ടി സ്റ്റെക്കായി. വണ്ടി അങ്ങോട്ടും ഇല്ല ഉണ്ടായി. ലാസ്റ്റ് മച്ചാമാരൊക്കെ വന്ന് എങ്ങനെയൊക്കെ തള്ളി ഇങ്ങോട്ട് കയറ്റി. സ്പ്ലെൻഡർ അപ്പുറത്തോടെ കയറും. പക്ഷെ സത്യം പറഞ്ഞില്ല, എത്തവണ സ്പ്ലെൻഡർ നല്ലപോലെ മിസ് ചെയ്തു. ഹിമാലയം കൂടെ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഫുള്ള് എവിടെ പോലും അങ്ങനെ പെടുകയാണ് ഗൈസ്. പെടല് പറഞ്ഞ ഒരു 1.5 പെടലും. പിന്നെ വേറെ രസം ചോദിച്ചാൽ വണ്ടി വീഴും. ഇതന്നെ അവസ്ഥ. വെറുതെ വണ്ടി വീഴുക. എന്താ വെച്ചാൽ അത്രയും ചേറായിരുന്നു ഗൈസ്. വണ്ടിന്റെ വെയിറ്റ് കൊണ്ട് വെറുതെ വണ്ടി വീഴുക. പക്ഷെ സ്പ്ലെൻഡർ ആണെങ്കിൽ എടുത്തെടുത്തിട്ട് തൂക്കി എടുത്തിട്ടാ. പക്ഷെ ഇതിന്റെ വെയിറ്റ് എനിക്ക് പറ്റില്ല ഗൈസ്. പിന്നെ വൈഷ്ണുവിന്റെ ലീലാവലിസങ്ങളാണ് വണ്ടി കിടത്തി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കല്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ പിന്നെയും മുന്നോട്ട്. പിന്നെ വഴി ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു മഴ, ഒരു അസല് മഴ പറഞ്ഞാൽ അസല് മഴ. നല്ല ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ. മഴയും കൊണ്ട് കുറേ നേരം ഇരുന്ന് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പിന്നെയും പോയി ഇങ്ങനെ ഒരു കുത്തനുള്ളൊരു പാറയ്ക്കായിരുന്നു നമ്മൾ വണ്ടി കയറ്റിയത്. ആ വണ്ടി കയറ്റി തിരിച്ചിറങ്ങി. പക്ഷേ മഴ പെയ്ത് കാരണം ചെറിയൊരു പേടിയുണ്ട്. പക്ഷേ നല്ല വഴുക്കിലായി. പിന്നെ വിശാലമായി പറമ്പ് ഗൈസ്. പറമ്പ് പറഞ്ഞ ഒരു 1.5 പറമ്പ്. പിന്നെ വഴി ഉണ്ടാക്കി നമ്മൾ പോകണം. അതൊരു പ്രത്യേകതരം മൂടായിരുന്നു കേട്ടോ ഗൈസ്. ഒരു എന്താ പറയുക, മഴയും അതേമാതിരി നല്ല ചേറും അതിനനുസരിച്ച് നല്ല വൈബുമായിരുന്നു. ഞങ്ങൾ 4 ആളും വൈബ് അടിച്ചു പറഞ്ഞാൽ ഒരു 1.5 വൈബ്. പിന്നെ ക്യാമറ കൂടുതലും മൗണ്ട് ചെയ്യാൻ പറ്റിയില്ല, എന്താ വെച്ചാൽ അത്രയും മഴയായിരുന്നു. പിന്നെ മച്ചാൻ വഴി എത്തി നിൽക്കണു, മച്ചാൻ വഴി എത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റി നിൽക്കുക. വഴിയൊന്നും കാണില്ല ഗൈസ്. നമ്മൾ ഓട്ടോമാറ്റിക് വഴി ഉണ്ടാക്കും. പിന്നെയും പോയി വണ്ടി 24 മണിക്കൂറും പോയി പെടൽ തന്നെ ഗൈസ്. ഫുള്ള് അത്രയും വെയിറ്റ് അല്ലേ. പിന്നെ ഞങ്ങൾ മച്ചാമരെ കൂടി വന്ന് എടുത്തിട്ട് പോയി പിന്നെയും മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 പെട്ട. എന്താ വെച്ചാൽ ഹിമാലയ ആണല്ലോ, അറിയാലോ എല്ലാവർക്കും. പിന്നെ ഒരേ പെട. പിന്നെ അവിടെ കൊണ്ടുപോയി വീണ്ടും തള്ളിയിടില്ല ഗൈസ്. തള്ളിയിടില്ല പറഞ്ഞാൽ വണ്ടി വെറുതെ വീഴുകയാണ്. പക്ഷെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല ഗൈസ്. അത്രയും കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. ഇതാ പോയി വീണു. വെറും വീഴ്ച. അന്ന് മൊത്തം ഹിമാലയം വീണു. സ്പ്ലെൻഡറിനെ സത്യം പറഞ്ഞില്ല, ഞാൻ നല്ലപോലെ മിസ് ചെയ്തു. സ്പ്ലെൻഡർ ആണെങ്കിൽ ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പോവില്ല. ഹിമാലയം എന്നെ കൊണ്ട് കഴിയാണ്ടായി ഗൈസ്. പിന്നെ അങ്ങനെ ഫൈനലി നമ്മുടെ ലൊക്കേഷനായ തോലൻ്റെ കട്ടിലെത്തി ഗൈസ്. അപ്പോൾ തോലൻ്റെ കട്ടിലിൽ പാകെ ചെറിയൊരു വിളക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് അവസ്ഥ. മഴക്കാലത്ത് വന്നൊരു അവസ്ഥയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൈബ് പറഞ്ഞ ഒരു 1.5 വൈബ്. പിന്നെ അവിടെ നിന്ന് കാണുന്ന കാഴ്ച പറഞ്ഞൊരു ഗംഭീര കാഴ്ച. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് സ്കൂട്ടായി ഗൈസ്. എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കമന്റ് അടിക്കുക. ചെറിയൊരു ഓഫ് റോഡ് വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ദിവസം.